വനിതാ ശിശുക്ഷേമ മന്ത്രി ബിന്ദു കൃഷ്ണ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. സഹപാഠികളായ കുട്ടികളാണ് 13-കാരിയെ പീഡിപ്പിച്ചിരിക്കുന്നത്. അതെ, ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കേണ്ടി വരുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഈ സഹപാഠികൾ അവർക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുന്നില്ല. ഇത്തരത്തിൽ ഈ കർശനമായ നടപടി എടുക്കുക എന്നതിനപ്പുറം നിയമ നടപടിക്ക് വിധേയരാക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. പക്ഷെ അവിടെ അവശേഷിക്കുന്ന ചോദ്യം, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധം കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും വനിതാ ശിശുക്ഷേമ വകുപ്പ് ജാഗ്രതയോടുകൂടി ഇത്തരം കാര്യങ്ങൾ ഇടപെടും. ആവർത്തിച്ച് പെൺകുട്ടികൾക്ക് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നു. വീട്ടുകാരോ അധ്യാപകരോ അത് അറിയാതെ പോകുന്നു. കൗൺസിലേഴ്സ് അടക്കം സ്കൂളിൽ ഉള്ളത് കൊണ്ട് ഇപ്പോൾ വിവരം പുറത്തറിയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സംഭവത്തിൽ ചാനലിൽ നിന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത്. എത്രയും പെട്ടെന്ന് വകുപ്പ് തല ഇടപെടൽ ഉണ്ടാകും. മിനിസ്റ്റർ, ഇതിനകത്ത് ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ഒരാള് കഴിഞ്ഞ വർഷം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പത്തനംതിട്ടയിൽ ഇതുപോലെ ഒരു കുട്ടിക്ക് നേരെ ഒരുപാട് പേര് കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ പ്രതിയായിട്ടുള്ള പോക്സോ ചുമത്തപ്പെട്ട ഒരാളാണ് ഈ കേസിലും പ്രതിയായിരിക്കുന്നത്. അതെങ്ങനെ സാധിച്ചു എന്നുള്ളത് അത് മനസ്സിലാകുന്നില്ല. എങ്ങനെ ഇയാൾക്ക് പുറത്തിറങ്ങി വീണ്ടും കുറ്റകൃത്യം ആവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്? അയ്യോ, അത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. പോക്സോ കേസിൽ പ്രതിയായിട്ടുണ്ടെങ്കിൽ കർശന നിയമ നടപടിക്ക് വിധേയനാകേണ്ട ആളല്ലേ? അതിനു മുമ്പാണോ അതിന് ശേഷമാണോ? അതെ, ഈ പത്തനംതിട്ടയിൽ തന്നെ അത് മിനിസ്റ്ററുടെ ഓർമ്മയിലും ഉണ്ടാകും. ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാർത്ത മുതിർന്ന ഒരുപാട് പേർ, അത് സഹപാഠികൾ മാത്രമൊന്നുമല്ല, മുതിർന്ന ഒരുപാട് പേർ ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു അന്ന് പുറത്തു വന്നത്. അതിലെ പ്രതി ഇതിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ അവിടെ നിന്നുള്ള റിപ്പോർട്ടർ പറയുന്നത്. അങ്ങനെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും അതാണ്. പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് അതിലൊരാളാണ് എന്നുള്ളതാണ്. അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നിയമത്തിന്റെ വീഴ്ച കൂടി അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അതിലുണ്ട്. ഗൗരവത്തോടു കൂടി തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ കേസ് പ്രത്യേകമായി പരിശോധിക്കുമോ മിനിസ്റ്റർ? ഇന്ന് പത്തനംതിട്ടയിൽ തന്നെ ഒരു കുട്ടിയെ ആ കുട്ടിയുടെ അച്ഛൻ തന്നെ പീഡിപ്പിച്ചു എന്ന വാർത്ത വരികയാണ്. പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന അടുത്ത വാർത്ത ഇതാണ്. അപ്പോൾ ഈ 2 കേസുകൾ ആ ജില്ലയിൽ നിന്ന് മാത്രം ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ കേസുകളെ പ്രത്യേകമായി പരിശോധിക്കുമോ മിനിസ്റ്റർ? തീർച്ചയായും ആവർത്തിച്ച് പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങളെ നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു ഭാഗത്ത് ബോധവൽക്കരണവും സാമൂഹിക ഇടപെടലും സർക്കാരിന്റെ ഇടപെടലും ത്വരിതപ്പെടുത്തുകയും മറുഭാഗത്ത് പ്രതികൾക്കെതിരെ കർശന നിയമ നടപടികൾ എടുത്തുകൊണ്ട് നേരത്തെ പോക്സോ കേസിലെ പ്രതി പുറത്തിറങ്ങിയെങ്കിൽ, ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ പുറത്തിറങ്ങിയത് ശരിയാണ് എങ്കിൽ അതിലുണ്ടായ വീഴ്ച ഉറപ്പായി ഉണ്ടായിട്ടുണ്ടാകും. അതും കൂടി അന്വേഷിക്കുന്നതാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും. വളരെയധികം നന്ദി മിനിസ്റ്റർ. ഈ വിഷയത്തിൽ സംസാരിച്ചതിന് കർശന നടപടിയിലേക്ക് പോകും എന്നുള്ളതാണ് മിനിസ്റ്റർ പറയുന്നത് നമ്മളോട്. ജ്യോതിഷ് മോഹനൻ ചേരുകയാണ്. അതാണ് ജ്യോതിഷ് പറഞ്ഞു വന്നത്. ഈ പോക്സോ കേസിൽ പ്രതിയാക്കപ്പെട്ട ആൾ എങ്ങനെയാണ് പുറത്തിറങ്ങി വീണ്ടും ഒരു കുറ്റകൃത്യം ആവർത്തിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ലക്ഷ്മി, ഈ കേസിൽ കൂടുതൽ പോലീസുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഈ പ്രതികളുടെ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. ആ ഘട്ടത്തിലാണ് നമുക്ക് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു ഇതുണ്ടായിരുന്നത്. ഇത്തരത്തിൽ പറയുന്നത് ഈ ഇലവന്തിട്ടയുമായി ബന്ധപ്പെട്ട് ഇലവന്തിട്ടയിലെ മുമ്പുണ്ടായ 50 പേർ പീഡിപ്പിച്ച ഒരു കേസുണ്ടായിരുന്നു. ആ കേസിൽ പെട്ടിട്ടുള്ള ഒരാൾ, ആ കേസിലെ പ്രതിയായുള്ള ഒരാൾ, ആൾ തന്നെ ഇപ്പോൾ ഈ കേസിലും ഈ കലഞ്ഞൂർ കേസിലും പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഏറെ അത്ഭുതത്തോടുകൂടി ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് കൂടുതൽ പോലീസും അതുപോലെ തന്നെ ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളും അത്തരത്തിൽ ചോദിക്കുന്നത്. ഇയാൾ തന്നെ ഈ മുൻപ് ഒരു തവണ പോക്സോ കേസിൽ പ്രതിയായ വ്യക്തി തന്നെ വീണ്ടും രണ്ടാമതൊരു പോക്സോ കേസിലും പ്രതിയാവുന്നു. ഇത് ഒരു സ്കൂൾ കുട്ടിയെ, അതായത് ആ സ്കൂളിൻ്റെ പരിസരത്ത് വെച്ച് തന്നെ പീഡിപ്പിക്കുന്നു. ഇത്തരത്തിൽ എങ്ങനെ ഇത് സംഭവിച്ചു? അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ, അല്ലെങ്കിൽ മറ്റ് ഇന്റലിജൻസ് സംവിധാനത്തിന് പറഞ്ഞ വീഴ്ചയാണോ, അല്ലെങ്കിൽ ആ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയാണോ? ആരുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അനാസ്ഥ സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ യാതൊരു
സംശയമില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അത്തരത്തിൽ സ്കൂളിൽ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കേണ്ട അധ്യാപകർ അത് എന്തുകൊണ്ട് മനസ്സിലാക്കാതെ പോയെന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി തന്നെ ബാക്കി നിൽക്കുകയാണ്. ഈ കുറ്റകൃത്യത്തിൽ എന്തെങ്കിലും ലഹരി മരുന്നിന്റെയോ മറ്റെന്തെങ്കിലും ഉപയോഗം ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ? ലക്ഷ്മിപത, നിലവിൽ നമുക്ക് കൂടുതൽ പോലീസുമായി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള യാതൊരു സ്ഥിരീകരണവും ഇപ്പോൾ നിലവിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ അത്തരത്തിൽ ലഹരിമരുന്നിൻ്റെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ തുടർ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള യാതൊരു സ്ഥിരീകരണം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള റിപ്പോർട്ടിലേക്കൊന്നും കടക്കാത്തത്. പക്ഷേ പീഡനം നടന്നു എന്നുള്ളതിൽ മാത്രമാണ് ഇപ്പോൾ പോലീസ് വിവരം നമുക്ക് നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 6 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 4 പേർ മൈനറാണ്, അതിൽ 2 പേർ മുതിർന്ന വ്യക്തികളാണ്. ഈ 2 പേരിൽ ഒരാൾ മുൻപ് ഒരു പോക്സോ കേസിൽ പെട്ട ഒരാളാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് 10-ലധികം പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് കൂടൽ പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റുകളും അതുപോലെ തന്നെ കൂടുതൽ പ്രതികളും ഈ കേസിലുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്നും കൂടൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ പീഡിപ്പിക്കപ്പെട്ട ഈ ഇരയാക്കപ്പെട്ട കുട്ടി നിലവിൽ ഒരു കൗൺസിലിംഗ് സെന്ററിൽ കൗൺസിലിംഗ് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരങ്ങളും. അതുമാത്രമേ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ ഇപ്പോൾ നമുക്ക് വെക്കാൻ സാധിക്കുള്ളൂ. കാരണം ഇത് എല്ലാം കൊണ്ടും ഇതൊരു മൈനർ ആയിട്ടുള്ള കുട്ടികൾ ഇൻവോൾവ് ആയ കേസാണ്. മൈനർ ആയിട്ടുള്ള കുട്ടികൾ ക്രൈമിൽ ഇൻവോൾവ് ആയ കേസാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഇതിൽ പങ്കുവെക്കുന്നതിലും നമുക്കൊരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം മാത്രമാണ് നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നത്. പത്തനംതിട്ട കലഞ്ഞൂരിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. കലഞ്ഞൂരിൽ മെയ് മാസത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. കൗൺസിലിങ്ങിന് വിധേയമായിക്കൊണ്ടിരുന്നപ്പോൾ സ്കൂളിലെ കൗൺസിലിങ്ങിന് വിധേയമായിക്കൊണ്ടിരുന്ന സമയത്ത് കുട്ടി ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് ഇത്തരത്തിൽ താൻ പീഡിപ്പിക്കപ്പെട്ടെന്നുള്ള വിവരം പറയുന്നത്. താൻ നിരന്തരമായി സ്കൂളിൻ്റെ പരിസരത്ത് വെച്ചും അതുപോലെ തന്നെ സ്കൂളിൻ്റെ അകത്ത് വെച്ചും അതുപോലെ തന്നെ സ്കൂളിൻ്റെ സമീപത്തുള്ളൊരു വീട്ടിൽ വെച്ചും പീഡനത്തിനിരയായിട്ടുണ്ട്. ആ പീഡിപ്പിച്ചത് സഹപാഠികളാണെന്നുള്ള വിവരവും അതീവ ഞെട്ടലോടുകൂടി തന്നെ ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകരും കേട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ കൂടൽ പോലീസിൽ ഇൻറ്റിമേഷൻ കൊടുക്കുന്നു. ആ ഇൻറ്റിമേഷൻ്റെ അടിസ്ഥാനത്തിൽ കൂടൽ പോലീസ് കേസെടുക്കുന്നു. അത്തരത്തിൽ കേസെടുത്തതാണ് 6 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 4 പേർ കുട്ടിയുടെ സഹപാഠികൾ തന്നെയാണ്. അതിലൊരാൾ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചാണ് പീഡനം നടന്നത്. പിന്നെയുള്ള 2 പേർ മുതിർന്ന വ്യക്തികളാണ്. അതിൽ ഒരാൾ മുൻപ് ഒരു പോക്സോ കേസിൽ പെട്ട ഒരാളാണ്. ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നത്. ലക്ഷ്മി, ഏതായാലും വിശദമായ പരിശോധന വേണ്ട കേസാണ് ഇത്. മന്ത്രി ഇടപെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. കേസിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായി തന്നെ പരിശോധിക്കും എന്നും വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണ ബിഗ് ടിവിയോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ജ്യോതിഷ് മോഹനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് പത്തനംതിട്ടയിൽ നിന്ന്.